ഈ അടുത്തിടെ കണ്ട ഒരു ന്യൂസായിരുന്നു. കല്യാണി പ്രിയദർശൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അതായത് ചൂടുവെള്ളം കുടിക്കുന്നവരുടെ ഗ്രൂപ്പിലാണുള്ളത് കേട്ടോ. അത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. എന്തായിരിക്കും അതിന് പ്രത്യേകത? ചൂടുവെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? രാവിലെ വെറും വയറ്റിൽ മുതൽ എല്ലാ കാര്യങ്ങൾക്കും ചൂടുവെള്ളം കുടിച്ചു നോക്കൂ. ആഹാരം കഴിക്കുമ്പോഴും ദാഹിക്കുമ്പോഴും എല്ലാം ചൂടുവെള്ളം കുടിച്ചു നോക്കൂ. ചൂടുവെള്ളം എന്ന് പറയുന്നത് വളരെ തിളച്ച വെള്ളമൊന്നും അല്ല. ലൂക്ക് വാം വാട്ടർ, അല്ലെങ്കിൽ കുറച്ച് തണുപ്പ്, മിതമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാണ് ഉദ്ദേശിക്കുന്നത്. ചൂടുവെള്ളം നിത്യേന കുടിക്കുന്നത് കൊണ്ട് അജീർണം ഇല്ലാതാവും. അജീർണം മീൻസ് ഇൻഡൈജഷൻ, ദഹനക്കുറവ്. ചൂടുവെള്ളം സ്ഥിരം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ദഹന പ്രക്രിയയാണ് നടക്കുന്നത്. ശരീരത്തിലുള്ള ടോക്സിൻസ് അല്ലെങ്കിൽ വിഷാംശങ്ങളെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ചൂടുവെള്ളം കുടിക്കുന്നത് സഹായിക്കും. അതേപോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ ചൂടുവെള്ളം തന്നെ സ്ഥിരമാക്കുക. തിളച്ച വെള്ളം കുടിക്കാൻ പാടില്ല, ചെറു ചൂടുള്ള വെള്ളമാണ് കുടിക്കേണ്ടത്. ഒന്നുകിൽ പ്ലെയിൻ വാട്ടർ, സാധാ വെള്ളം എടുത്തിട്ട് അത് തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ജീരകമോ ചുക്കോ ചേർത്തിട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. മറ്റൊന്ന് ശുദ്ധമായിട്ടുള്ള പതിമുഖം അല്ലെങ്കിൽ കരിങ്ങാലി കിട്ടുവാണെങ്കിലും നല്ലതാണ്. പതിമുഖം നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് ഒറിജിനൽ അല്ല. മെറ്റബോളിസം അല്ലെങ്കിൽ ദഹനമൊക്കെ വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ മലബന്ധം കുറയ്ക്കാൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ചൂടുവെള്ളം സഹായിക്കുന്നതാണ്. സ്ഥിരമായിട്ട് തൊണ്ടവേദന, മൂക്കടപ്പൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാനും കഫമൊക്കെ ലൂസാകാനൊക്കെ സഹായിക്കുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാൻ വേണ്ടിയിട്ടും ചർമ്മശുദ്ധീകരണം അല്ലെങ്കിൽ ചർമ്മത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളുവാനൊക്കെ ഈ ചൂടുവെള്ളം സഹായിക്കും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ചൂടുവെള്ളത്തിനുണ്ട്. പക്ഷേ ചൂടുവെള്ളം എന്ന് കരുതി കുറച്ച് ഗുണങ്ങൾ കൂടിയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് തിളച്ച വെള്ളമൊന്നും ഒരിക്കലും കുടിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അത് അല്ലെങ്കിൽ രുചി മുകുളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിലൊക്കെ അത് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അങ്ങനെ കുടിക്കാൻ പാടില്ല. നല്ലതായിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് അത്യാവശ്യം ആറിയ ശേഷം ചെറിയ ചൂടോടുകൂടി വേണം വെള്ളം കുടിക്കേണ്ടത്.